നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എവറി സിംഗിൾ റയൽ മാഡ്രിഡ് പ്ലെയർ മസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദംസെൽസ് ഇൻ ദി മിറർ ഫോർ എ ലോങ് ടൈം. അൽബാസറ്റയ്ക്കെതിരെയുള്ള തോൽവിക്ക് ശേഷം ഡാനി കർവാഹല് ആഞ്ഞടിക്കുകയാണ് തൻ്റെ സഹതാരങ്ങൾക്ക് നേരെ, തനിക്ക് നേരെ എന്ന് പറഞ്ഞാൽ സെൽഫ് ക്രിറ്റിസിസമാണ്. അൽബാസറ്റ് എന്ന് പറയുന്ന ടീം സ്പാനിഷ് ലീഗിൻ്റെ 2ാം ഡിവിഷനിൽ 17ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ആ ടീമിനോടാണ് കോപ്പ ഡെൽ റേയിൽ ഇപ്പോൾ പൊട്ടി റയൽ മാഡ്രിഡ് പുറത്തായിരിക്കുന്നത്. അതിനുശേഷമാണ് കർവാഹൽ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഞങ്ങൾ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് വീണുപോയിരിക്കുന്നു. നാളെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഇൻഡിവിജ്വലി ഡിസ്കസ് ചെയ്യും, കളക്റ്റീവ്ലി ഡിസ്കസ് ചെയ്യും, എവിടെയാണ് പിഴക്കുന്നത്, എന്താണ് പ്രശ്നമെന്ന്. വി മസ്റ്റ് ബി സെൽഫ് ക്രിട്ടിക്കൽ ആസ് പ്ലെയേഴ്സ് എന്ന രൂപത്തിൽ ഞങ്ങൾ സ്വയം വിമർശനത്തിന് വിധേയമായി പറ്റൂ. ഇനിയും നമുക്ക് മുന്നിൽ ലാലീഗയും ചാമ്പ്യൻസ് ലീഗും ഉണ്ട്. ആ കിരീടങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ആരാണ് ഏറ്റവും അധികം ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ തന്നെയാണ്. കോച്ചിങ് സ്റ്റാഫിനെയോ കോച്ചിനെയോ ഒന്നുമല്ല പറയേണ്ടത്, ഞങ്ങളാണ്, പ്ലെയേഴ്സാണ് ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദികൾ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ റയൽ മാഡ്രിഡ് താരവും കണ്ണാടിക്ക് മുന്നിൽ ഒന്ന് പോയി നിന്ന് സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഫോർ എ ലോങ് ടൈം ഒന്ന് സ്വയം വിമർശനത്തിന് വിധേയമാവുന്നത് നന്നായിരിക്കും. ഞങ്ങൾ ഒട്ടും മികച്ച രൂപത്തിലായിരുന്നില്ല, മികച്ച രൂപത്തിലല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും റയൽ മാഡ്രിഡിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അത്ഭുതത്തോടു കൂടി ഫുട്ബോൾ ലോകം നോക്കി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സീസണിൽ ഇനി 2 കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഫൈറ്റ് ബാക്കി നിൽക്കുന്നത്. ഈ പോക്കാണെങ്കിൽ അതിലും വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.